രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന മാർഗങ്ങൾ സ്വീകരിക്കലും ഇത് ഈമാനിന്റെ ഭാഗമാണ്. അതല്ലാതെ ദജ്ജാലിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ദജ്ജാല് മോശപ്പെട്ടവനാണ്, വെറുതെ അവനെക്കുറിച്ച് എന്തിനാ ക്ലാസ് എടുക്കുന്നത്, അവനെക്കുറിച്ച് എന്തിനാ പറയുന്നത് എന്ന് ചിലപ്പോൾ തോന്നും. ഇതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്ത വിഷയമല്ല. ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പലരും കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ആഴ്ച ഇതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ പറയണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ മോശപ്പെട്ട ആളാണെങ്കിലും പറയണം. ദജ്ജാലിന്റെ ചതികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഖിയാമത്തിന്റെ പ്രധാനപ്പെട്ട അടയാളമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയതാണ് ഖുറൂജു ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ദജ്ജാലിനെ കുറിച്ച് പഠിക്കണം. ദജ്ജാൽ ഇപ്പോൾ എവിടെയാണുള്ളത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സമിഅതു മുനാദിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുനാദി അസ്സലാത്ത ജാമിഅ. ഒരു പ്രാവശ്യം മദീന പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അസ്സലാത്തു ജാമിഅ എന്ന്. നമസ്കാരത്തിന് വേണ്ടി ഹാജരാകാൻ വേണ്ടി നബി തങ്ങളുടെ പള്ളിയിൽ നിന്ന് ആളുകളെ ഒരുമിച്ച് കൂട്ടി. ഈ സമയത്ത് ഫഹദർതുൽ മസ്ജിദ ഫസല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പള്ളിയിലേക്ക് വന്നു, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം പള്ളിയിൽ ഞാൻ നമസ്കരിച്ചു. ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത ജലസ അലൽ മിൻബരി വഹുവ യൽഹഖു. അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം നബി തങ്ങൾ മിൻബറിൽ കയറിയിരുന്നു. വഹുവ യൽഹഖു, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാഹു. നമസ്കരിച്ചു കഴിഞ്ഞ സഹാബാക്കളോട് പറഞ്ഞു, ആരും എഴുന്നേറ്റ് പോകരുത്, നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഇല്ല, പള്ളിയിലൊക്കെ നമസ്കരിച്ചതിന് ശേഷം ബയാനിന് വേണ്ടിയൊക്കെ ഉസ്താദന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പം പറയും, നിങ്ങൾ അവിടെ ഇരിക്കുക, അല്പസമയം ഇരിക്കുക, കുറച്ച് കാര്യം പറയാനുണ്ട്, കുറച്ച് ദീനിന്റെ കാര്യങ്ങൾ പറയാനുണ്ട്, കേട്ടിട്ട് പോകണം, അല്പസമയം അവിടെ ഇരിക്കുക എന്ന് പറയാറുണ്ട്. ഇതേപോലെ നബി തങ്ങൾ പറഞ്ഞു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാഹു, നിസ്കരിച്ചവരൊക്കെ അവിടെ തന്നെ ഇരിക്കുക, ആരും എഴുന്നേറ്റ് പോകല്ലേ, ആരും ഓടി പോകല്ലേ, ഒരല്പസമയം ഇരിക്കുക, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇരുന്നു. ഫജലസ്ന, ഞങ്ങളെല്ലാവരും നബി തങ്ങളുടെ അടുക്കൽ ഇരുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതഅലമു ലിമ ജമഅതുകും, ഞാൻ എന്തിനാണ് നിങ്ങളെ പള്ളിയിൽ പിടിച്ചിരുത്തിയത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു വ റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ജമഅതുകും ലിറഗ്ബത്തിൻ വലാ റഹ്ബത്തിൻ. സാധാരണ ഞാൻ ഒരുമിച്ച് കൂട്ടാറുള്ളത് പോലെ ആഖിറത്തിന്റെ ശിക്ഷകളെ കുറിച്ച് പറയാൻ, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച്, ഖബറിന്റെ അദാബുകളെ കുറിച്ച്, പാപങ്ങളുടെ അനന്തരഫലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനോ, സ്വർഗത്തിന്റെ സുഖങ്ങളെ കുറിച്ചും അതിന്റെ സന്തോഷങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയോ അല്ല ഞാൻ ഒരുമിച്ച് കൂട്ടിയത്. സാധാരണ നബിതങ്ങൾ പള്ളിയിൽ പ്രസംഗിക്കുന്നത് ഒന്നുകിൽ പാപങ്ങളുടെ തിക്തഫലം എന്താണ്, അതിന്റെ ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് സഹാബാക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, അല്ലെങ്കിൽ അമാലുകളുടെ പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞ സഹാബാക്കൾക്ക് അതിലേക്ക് ആഗ്രഹം ജനിപ്പിക്കാൻ വേണ്ടിയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ പ്രസംഗിക്കുന്നത്. പക്ഷേ നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാ ജമഅതുകും ലിറഗ്ബത്തിൻ വലാ റഹ്ബത്തിൻ, നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയത് സാധാരണ പ്രസംഗിക്കുന്നത് പോലെ ശിക്ഷകളെ കുറിച്ചും പ്രതിഫലങ്ങളെ കുറിച്ചും പറയാനല്ല. വലാകിൻ ജമഅതുകും അന്ന തമീമ ദാരിയ കാന റജുലൻ നസ്റാനിയൻ, കാരണം ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് തമീമുദ്ദാരി എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയായിരുന്നു, നസ്റാനിയായിരുന്നു. ഫജാഅനി ഫബായഅനി വഅസ്ലമ, ഈ മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് ഒരു സംഘം ആളുകളുമായി കടന്നു വന്നിട്ട് എൻ്റെ അടുക്കൽ വരികയും എൻ്റെ കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്യുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനായ മനുഷ്യൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് മുസ്ലിമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്.
എന്നിട്ട് പറഞ്ഞു വഖദ് ഹദ്ദസനി ഹദീസൻ, ഈ തമീമുദ്ദാരി എന്നോടൊരു കഥ പറഞ്ഞു, എന്നോടൊരു സംഭവം പറഞ്ഞു. വാഫഖൽ ഹദീസില്ലദി ഹദ്ദത്തുകും അനിദ് ദജ്ജാൽ, ദജ്ജാലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സംഭവങ്ങളോട് യോജിക്കുന്ന ഒരു സംഭവം തമീമുദ്ദാരി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയത് എന്ന് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഫഖദ് ഹദ്ദസനി, ഈ തമീമുദ്ദാരി എന്നോട് പറയുകയാണ് അന്നഹു, നിശ്ചയമായും ഈ തമീമുദ്ദാരി 30ഓളം ആളുകളുമായിട്ട് സമുദ്രത്തിലൂടെ ഒരു കപ്പൽ യാത്ര നടത്തി. അന്നഹു റകിബ ഫീ സഫീനത്തിൻ ബഹരിയത്തിൻ, സമുദ്രത്തിലൂടെ 30 ആളുകളുമായിട്ട് ഒരു സമുദ്രയാത്ര നടത്തി. ഫലഇബ ബിഹിമുൽ മൗജു ശഹറ, പഴയ കാലത്തൊക്കെ ഈ പായ്ക്കപ്പലായിരുന്നു അറബികൾ യാത്ര ചെയ്തിരുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ ധൈര്യത്തോടു കൂടി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജികളും ഈ GPS സംവിധാനങ്ങളും ഒന്നുമില്ലാതെ അറബികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നു. യൂറോപ്യൻ നാടുകളിലേക്ക്, ആഫ്രിക്കൻ നാടുകളിലേക്ക്, ഇന്ത്യയിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക്. കേരളത്തിൽ പോലും അറബികൾ യാത്ര ചെയ്തു വന്നു. അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ഇവര് പായ്ക്കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് ശക്തമായ കാറ്റടിക്കുകയും ഇവരെ കൊണ്ട് തിരമാലകൾ ഇവരുടെ കപ്പലിനെ കൊണ്ട് കളിക്കുകയും ചെയ്തു. ഏകദേശം 1 മാസത്തോളം വഴിതെറ്റിയിട്ട് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. സമുദ്രത്തിലൂടെ ഇവർ ചുറ്റിക്കറങ്ങി. അവസാനം തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നിട്ട് ഇവര് ഒരു ദ്വീപിന്റെ അടുക്കലേക്ക് എത്തി. ഒരു ദ്വീപിന്റെ അടുക്കലേക്ക് എത്തി. ഫദഖലുൽ ജസീറത ഹീന മഗ്രിബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന സമയമായപ്പോൾ ഇവരൊരു ദ്വീപിലേക്ക് പ്രവേശിച്ചു. ഇവരുടെ കപ്പൽ ഇങ്ങനെ വഴിതെറ്റി നിയന്ത്രണം വിട്ട് അവസാനം ഒരു ദ്വീപിൽ വന്നിട്ട് ഇവരുടെ കപ്പലിൽ നിന്നു എന്ന ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ്, ഇബ്നു മാജ ഇവരൊക്കെ റിവായത്ത് ചെയ്ത ഒരാളും ഒരാരോപണവും ഉന്നയിക്കാത്ത സഹീഹായ ഹദീസാണ്. അല്ലെ, സാധാരണ എന്തെങ്കിലുമൊക്കെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാർ അത് ലൈഫാണെന്ന് പറയും, അല്ലെ മൗദൂആണെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കും. ഇത് ആരും ആരോപണം ഉന്നയിക്കാത്ത സഹീഹായ ഹദീസ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ വിശദമായിട്ട് കൊടുത്ത ഹദീസ്. അങ്ങനെ ഇവർ ഈ സമുദ്രത്തിൽ കയറി ഈ ദ്വീപിൽ ചെന്നു. ഈ ദ്വീപിൽ മഗ്രിബിന്റെ സമയമായപ്പോൾ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായപ്പോൾ ഇവർ ഈ ദ്വീപിൽ പ്രവേശിച്ചു. ദ്വീപിൽ പ്രവേശിച്ചപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു ജീവി. ഇവർ പറയുകയാണ്, ഇതിനെ കണ്ടിട്ട് ശരീരം മുഴുവനും രോമം നിറഞ്ഞു നിൽക്കുന്നു. ശരീരത്തിൽ മുഴുവനും രോമം, ഇതിന്റെ ഫ്രണ്ട് ഏതാണ് ബാക്ക് ഏതാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ശരീരം മുഴുവനും രോമം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിയെ ഞങ്ങൾ കണ്ടു. ഭയാനകരമായ രൂപം. ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ ചോദിച്ചു, വൈഹക് മന്നന്തി, വൈഹക് മാ അന്തി, നിനക്ക് നാശം, നീ ഏതാണ്, നീ എന്ത് ജീവിയാണ്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഈ ജീവി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസ എന്ന് പറയുന്ന ജീവിയാണ്. ജസ്സാസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ജാസൂസ് എന്ന് പറഞ്ഞാൽ ഈ ചാരപ്പണി ചെയ്യുന്ന ആളുകൾക്ക്, ഒറ്റിക്കൊടുക്കുന്ന ആളുകൾക്കാണ് പറയുന്നത്. ജസ്സാസ എന്ന് പറഞ്ഞാൽ ഒറ്റിക്കൊടുക്കുന്നവൾ, ചാരപ്പണി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം. അപ്പൊ പറഞ്ഞു, ഞാൻ ജസ്സാസയാണ്. സഹാബാക്കൾ ചോദിച്ചു, ഈ വന്ന ഈ സംഘം, ഇവർ അന്ന് ക്രിസ്ത്യാനികളാണ്, ഇവർ ചോദിച്ചു, ഈ ജസ്സാസ ആരാണ്, എന്താണ് ജസ്സാസ? ഈ സമയത്ത് ഈ ജീവി പറഞ്ഞു, ഇൻതലിഖൂ ഇലാ ഹാദർ റജുലി ഫിദ്ദൈർ, ആ ഗുഹയിൽ ഒരു മനുഷ്യൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്, അവിടേക്ക് നിങ്ങൾ പോവുക. ഫഇന്നഹു ബിഹദീസികും ബിൽ അശ്വാഖ്, കാരണം നിങ്ങളുടെ വർത്തമാനം, നിങ്ങളുടെ സംഭവം, നിങ്ങളുടെ വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ആ ഗുഹയിലുണ്ട്, നിങ്ങൾ ആ ഗുഹയിലേക്ക് പോവുക. സഹാബാക്കൾ പറയുകയാണ്, റജുല്, പുരുഷൻ എന്ന പദം ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പെണ്ണാണെന്ന്.
ഇല്ലേ? സാധാരണ പെണ്ണുങ്ങളാണെങ്കിൽ പറയാം അവിടെ ഒരു പുരുഷൻ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോകാൻ. ആണുങ്ങളാണെങ്കിൽ പറയുന്നത് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, അവിടെ പോയി കാണാനാ പറയുന്നത്. ഇപ്പൊ സഹാബാക്കൾ പറയുന്നു, അറബി ഭാഷയുടെ ശൈലി വെച്ച് പുരുഷൻ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പെണ്ണാണ്, ഇതൊരു പെൺ പിശാചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ വളരെ പെട്ടെന്ന് ഈ ഗുഹയിലേക്ക് ചെന്നു. ഈ ഗുഹയിലേക്ക് ചെന്നപ്പോൾ ഫൈദാ ഫീഹിം റജുലുൻ, അവിടെ ഒരു മനുഷ്യൻ, മുഅല്ലഖുൻ യദൈഹി ഇലാ ഉനുഖിഹി, ആ മനുഷ്യന്റെ രണ്ട് കൈകളും വലിയ ചങ്ങലകളിൽ കെട്ടിയിട്ട് കഴുത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. അഅ്വർ, ഒറ്റ കണ്ണാണ്, ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, ഭയാനകരമായ രൂപം, മുടിയൊക്കെ സർപ്പത്തെ പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ മനുഷ്യർ, ഈ കണ്ട സഹാബാക്കൾ പറയുകയാണ്, ഇതേപോലത്തെ ഒരു ജീവിയെ ഞങ്ങൾ ജനിച്ചത് മുതൽ ഇതേവരെ കണ്ടിട്ടില്ല. അത്ര ഭയാനകരമായ ശരീരപ്രകൃതിയുള്ള, കണ്ടാൽ പേടിച്ചു പോകുന്ന ഒരു ജീവിയെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, വൈഹക് മൻ അന്ത, നീ ആരാണ്? അപ്പം ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണോ നിങ്ങൾ അറിയാൻ വന്നത്? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ, എന്നിട്ട് ഞാൻ എൻ്റെ വിശേഷം പറയാം. ഈ സമയത്ത് ഈ സഹാബാക്കൾ പറഞ്ഞു, ഉനാസു മിനൽ അറബ്, ഞങ്ങൾ അറബികളിൽപ്പെട്ട ചില ആളുകളാണ്. ഞങ്ങളുടെ കപ്പൽ, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു സമുദ്രത്തിലൂടെ. ഈ സമയത്ത് ഞങ്ങളുടെ കപ്പലിൻ്റെ നിയന്ത്രണം വിടുകയും ഈ ദ്വീപിലേക്ക് ഞങ്ങൾ വരികയും ദ്വീപിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു പെൺപിശാചിനെ കാണുകയും ആ പിശാച് നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്തിരിക്കുകയാണ് എന്ന് ഈ വന്ന സഹാബാക്കൾ, ഈ വന്ന യാത്രാ സംഘം 30 പേരടങ്ങിയ ഈ ആളുകൾ ഈ മനുഷ്യനോട് പറഞ്ഞു. ഈ സമയത്ത് ഈ മനുഷ്യൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ബൈസാൻ തോട്ടത്തെക്കുറിച്ച് ചോദിച്ചു. ഈ വന്ന ആളുകൾ ചോദിച്ചു, അതിൻ്റെ എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? അയുസ്മിറു ഫീഹി, അവിടുത്തെ മരങ്ങളിൽ ഈത്തപ്പഴങ്ങൾ പിടിക്കാറുണ്ടോ? ഈ സമയത്ത് ഈ വന്നവർ പറഞ്ഞു, ധാരാളമായിട്ട് ഈത്തപ്പഴം പിടിക്കാറുണ്ട്. ഈ സമയത്ത് ഈ കെട്ടിയിട്ടിരുന്ന ആൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ആ മരങ്ങൾ, ആ തോട്ടങ്ങൾ ഉണങ്ങിപ്പോകും. ഒരു ഈത്തപ്പഴം പോലും പിടിക്കാത്ത രീതിയിൽ ആ തോട്ടങ്ങൾ ഉണങ്ങിപ്പോകും. പിന്നെ 1-2 തടാകങ്ങളെ കുറിച്ച് ചോദിച്ചു. സുഹറ് നദിയെക്കുറിച്ച് ചോദിച്ചു, വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ചോദിച്ചു. ഈ സമയത്ത് അവർ പറഞ്ഞു, അതിപ്പോഴും വിശാലമായിട്ട് തന്നെ ഒഴുകുന്നുണ്ട്, ധാരാളം വെള്ളങ്ങളുണ്ട്, ശുദ്ധജലങ്ങൾ ഉണ്ട്, അതിൽ നിന്ന് ആളുകൾ കൃഷി ചെയ്യുന്നു, ആളുകൾ കുടിക്കുന്നു, അത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഈ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, അതെല്ലാം പെട്ടെന്ന് വറ്റപ്പെടും, അതിലെ വെള്ളം മുഴുവനും അപ്രത്യക്ഷമായി പോകുന്ന ഒരു കാലം വരും. അവസാനം ചോദിച്ചു, നിരക്ഷരനായ ഒരു പ്രവാചകനെ കുറിച്ച് ചോദിച്ചു, എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകനെ കുറിച്ച് ചോദിച്ചു. അയഖ്റുജുഫീകും, നിങ്ങളിലേക്ക് എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് ഇവർ ക്രിസ്ത്യാനികളായിരുന്നു. ഇവർ പറഞ്ഞു, ആ മനുഷ്യൻ, ആ പ്രവാചകൻ മക്കയിൽ പുറപ്പെട്ടു, അവിടെ നിന്ന് മദീനയിലേക്ക് താമസം മാറുകയും യസ്രിബിൽ വന്ന് താമസിക്കുകയും ചെയ്തു. ഈ സമയത്ത് ചോദിച്ചു, ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അറബികൾ ആ പ്രവാചകനോട് യുദ്ധം ചെയ്തോ? ഈ സമയത്ത് ഇവര് പറഞ്ഞു, അതെ, ആ പ്രവാചകനോട് അറബികൾ ധാരാളമായിട്ട് യുദ്ധം ചെയ്തു. ഈ സമയത്ത് ഈ മനുഷ്യൻ ചോദിച്ചു, അവരുടെ യുദ്ധത്തിന്റെ അവസ്ഥ എന്താണ്? ആരാണ് യുദ്ധത്തിൽ വിജയിച്ചത്? ഈ സമയത്ത് ഈ തമീമുദ്ദാരി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫഇന്നഹു ഖദ് ലഹറ മൻ യലീഹി മിനൽ അറബ്, ഞങ്ങളുടെ അയൽപക്കത്ത് താമസിച്ചിരുന്ന മദീനക്കാരായ, മക്കക്കാരായ, ഖുറൈശികളായ അറബികൾ ആ പ്രവാചകനോട് യുദ്ധം ചെയ്യുകയും ആ പ്രവാചകന്റെ മുന്നിൽ തോൽക്കുകയും ചെയ്തു. മക്കയും മദീനയും ആ പ്രവാചകൻ കീഴടക്കി. ഈ സമയത്ത് ഈ കെട്ടിയിട്ടിരുന്ന മനുഷ്യൻ പറയുകയാണ്, ഈ അറബികൾക്ക് ആ പ്രവാചകനെ അനുസരിക്കലാണ് നല്ലത്, ആ പ്രവാചകനെ അനുസരിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് ഈ കെട്ടിയിടപ്പെട്ടിരുന്ന മനുഷ്യൻ പറഞ്ഞു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ വന്ന ആളുകൾ വിശദീകരിച്ചു കൊടുത്തു. വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾ അറബികളാണെന്നും നിങ്ങളുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചും നിങ്ങളിലേക്ക് വന്ന പ്രവാചകനെ കുറിച്ചും എല്ലാം നിങ്ങൾ പറഞ്ഞു തന്നില്ലേ? ഇനി ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അനൽ മസീഹു ദജ്ജാൽ, ഞാനാണ് ദജ്ജാൽ.
ഖിയാമത്തിന്റെ അടയാളമായിട്ട് ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിക്കുന്ന ദജ്ജാൽ ഞാനാണ്. യൂഷികു അൻ യുഅ്ദന ലി അൻ യഖ്റുജ, നിങ്ങളുടെ ഇടയിലേക്ക് പുറപ്പെടാൻ അള്ളാഹു എനിക്ക് അനുവാദം തരുന്ന കാലഘട്ടം അടുത്തിരിക്കുന്നു. എന്നിട്ട് ദജ്ജാൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, 40 ദിവസം നിങ്ങളുടെ ഇടയിൽ കറങ്ങി നടക്കും. ഈ 40 ദിവസം കൊണ്ട് മക്കയും മദീനയും അല്ലാത്ത മുഴുവൻ, ത്വയ്ബയും മക്കയുമല്ലാത്ത മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഞാൻ പ്രവേശിക്കുകയും ആളുകളെ മുഴുവൻ നശിപ്പിക്കുകയും ആളുകളെ മുഴുവൻ ഫിത്നയിലാക്കുകയും ചെയ്യും എന്ന് പറയുകയും ഇവരെ പോവാൻ അനുവദിക്കുകയും ചെയ്തു. ദജ്ജാലിനെ ആ സമയത്തും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന സമയത്ത് മക്കയിൽ വന്നിട്ട് മദീനയിൽ വന്നു. ഇവർ ക്രിസ്ത്യാനികളായിരുന്നു. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു, സംഭവം പറഞ്ഞിട്ട് തങ്ങളുടെ കൈക്ക് പിടിച്ച് മുസ്ലിമായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഹ്റാബിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി തൈബ, ഹാദിഹി തൈബ, ഹാദിഹി തൈബ. ഇതാണ് ദജ്ജാൽ പറഞ്ഞ തൈബ. എൻ്റെ മദീനയെ കുറിച്ചാണ് പറഞ്ഞത്. മക്കയും മദീനയും അല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും ദജ്ജാൽ സഞ്ചരിക്കുകയും ആളുകളെ മുഴുവനും കുഴപ്പത്തിലാക്കുകയും ചെയ്യും. അപ്പൊ ദജ്ജാലിനെ കുറിച്ച് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, ആകാശത്ത് നിന്ന് പെട്ടെന്ന് പൊട്ടിവരുന്ന ആളല്ല. അള്ളാഹു എന്നെ സൃഷ്ടിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പല ആളുകളെ കുറിച്ചും അവർ ദജ്ജാലാണോ എന്ന് നബി തങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിരന്തരമായിട്ട് സംശയമായിരുന്നു. ഇബ്നു സയ്യാദിന്റെ പ്രവർത്തനങ്ങളിൽ അസ്വാഭാവികത കണ്ടതിന്റെ പേരിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല പ്രാവശ്യം ഒളിഞ്ഞു നിന്ന് ഇബ്നു സയ്യാദിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കാറുണ്ടായിരുന്നു. അവസാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോലും വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇവനെ ഞാനെന്ന് കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ ദജ്ജാലല്ല എങ്കിൽ അവനെ കൊല്ലുന്നതിന്റെ പേരിൽ ഒരു പ്രയോജനവുമില്ല. ഇനി അവൻ ദജ്ജാലാണെങ്കിൽ നിന്നെയല്ല അള്ളാഹു കൊല്ലാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈസാ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഖിയാമത്തിന്റെ അടയാളമായിട്ട് ഇറങ്ങി വരാനുണ്ട്. അപ്പൊ ദജ്ജാൽ ഒറ്റയടിക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ആളല്ല, ഇപ്പം തന്നെ ജീവിച്ചിരിപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, പടിഞ്ഞാറ് ഭാഗത്ത് നിന്നായിരിക്കും ദജ്ജാൽ പുറപ്പെടുന്നത്. അപ്പൊ ദജ്ജാലിനെ ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതോ ഒരു ദ്വീപിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിയിട്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ ഒരു രീതിയാണ്, അള്ളാഹുവിന്റെ ഒരു തർത്തീബാണ്. ഈ സഹാബാക്കള് ഇവര് കാണുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് മുസ്ലിം ആവുകയും ചെയ്തു. ഇനി ദജ്ജാൽ ഈ ലോകത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത്ര ഭയാനകരമായ രൂപം, ആരെയും പേടിപ്പിക്കുന്ന രൂപം. ദജ്ജാൽ ഈ ലോകത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ലം തകുൻ ഫിത്നതുൻ അലാ വജ്ഹിൽ അർളി അഅലമ മിൻ ഫിത്നതി ദജ്ജാലി മുൻദു ദറ അല്ലാഹു ദുർരിയത ആദം അലൈഹിസ്സലാമിന്റെ മക്കളെ, മനുഷ്യ മക്കളെ ഈ ലോകത്തേക്ക് അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം ദജ്ജാലിനേക്കാൾ ഭയാനകരമായ ഒരു ഫിത്നയും ഈ ലോകത്ത് സംഭവിക്കുകയില്ല, ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല. ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന അത് ദജ്ജാലിന്റെ ഫിത്നയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളെ മുഴുവൻ മനുഷ്യരെയും വിളിച്ചിട്ട് ഉണർത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇന്നഹു മാ ബഅസല്ലാഹു നബിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിയെയും ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല, ഇല്ലാ അൻദറ ഉമ്മതഹു അൻ ഫിത്നതി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് തന്റെ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകാത്ത ഒരു നബിയെയും അല്ലാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഏകദേശം 2.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. 2.25 ലക്ഷത്തോളം
പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് അല്ലാമ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറാഹായി നസബിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2.25 ലക്ഷം പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നിട്ട് അവരുടെ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകി ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച്. നമ്മളപ്പോൾ മനസ്സിലാക്കണം എത്ര കടുപ്പമായിരിക്കും, എത്ര ഭയാനകരമായിരിക്കും ദജ്ജാലിന്റെ ഫിത്നയെന്ന്. നമുക്ക് ചുമ്മാതെ കഥ കേൾക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതമുള്ള കഥ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലൊരു കഥ കേട്ട് അതുപോലൊരു കഥ വായിച്ച് നമ്മളങ്ങ് തെള്ളിക്കളയും. ഇപ്പോഴൊന്നും വരൂല്ല, ഇനി എപ്പോഴെങ്കിലും നമ്മളൊക്കെ മരിച്ച് ഒരു 5-6 തലമുറ കഴിഞ്ഞേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യം ചിന്തിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വിടും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ലോകത്ത് വന്ന 2.25 ലക്ഷം പ്രവാചകന്മാരും അവരുടെ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകി ദജ്ജാലിനെ കുറിച്ച്, ദജ്ജാലിന്റെ ഫിത്നകളെ കുറിച്ച്, ദജ്ജാലിനെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് അവരുടെ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകി മുഴുവൻ പ്രവാചകന്മാരും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅന ആഖിറുൽ അംബിയാ വഅൻതും ആഖിറുൽ ഉമം. ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എനിക്ക് ശേഷം ഒരു നബിയില്ല, നിങ്ങളാണ് അവസാനത്തെ സമുദായം. വഅന്നഹു യഖ്റുജു ഫീകും ലാ മഹാലത. ദജ്ജാൽ നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് പുറപ്പെടുന്നത്, ഇനിയൊരു സംശയവുമില്ല. ദജ്ജാൽ എൻ്റെ ഉമ്മത്തീങ്ങളായ നിങ്ങളുടെ ഇടയിലായിരിക്കും ദജ്ജാൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുന്നത്, ഒരു സംശയവുമില്ല. ഇനിയൊരു സമുദായം വരാനില്ല. ഇതിനു മുമ്പുള്ള നബിമാരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ദജ്ജാൽ വരും, ദജ്ജാൽ വരും, സൂക്ഷിക്കണം, സൂക്ഷിക്കണം, പേടിക്കണമെന്ന്. പക്ഷെ അവര് ചിലപ്പോൾ ഈ സമുദായത്തിലായിരിക്കും അല്ലെങ്കിൽ അടുത്ത നബിയുടെ ഖൗമിലായിരിക്കും എന്നായിരുന്നു അവരൊക്കെ വിശ്വസിച്ചിരുന്നത്, അവരൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇനിയൊരു നബിയുമില്ല, ഇനിയൊരു സമുദായവുമില്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ ദജ്ജാൽ പുറപ്പെടും, ദജ്ജാൽ പുറപ്പെടും. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ വാക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ഉറപ്പില്ല ഏത് സമയത്താണ് പുറപ്പെടുന്നത്, എപ്പോഴും പുറപ്പെടാം. പിന്നെ ചില അടയാളങ്ങൾ നബിതങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം അവസാനം. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റുകൊള്ളാം, നിങ്ങളെ ദജ്ജാലിന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റുകൊള്ളാം. എനിക്ക് ശേഷമാണ് ദജ്ജാൽ പുറപ്പെടുന്നതെങ്കിൽ ഓരോ മനുഷ്യരും അവരുടെ ഈമാനിന്റെ ഉത്തരവാദിത്തം സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊള്ളണം. വല്ലാഹു ഖലീഫതി ലികുല്ലി മുസ്ലിമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ പുറപ്പെടും, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് പുറപ്പെടുന്നതെങ്കിൽ കുഴപ്പമില്ല, ഞാൻ രക്ഷിച്ചോളാം. ദജ്ജാൽ നിങ്ങളുടെ ഈമാനിന് കേടുവരുത്താതെ, നിങ്ങളുടെ ഈമാനിന് കുഴപ്പം വരുത്താതെ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. പക്ഷെ എനിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി പടച്ചവനുമായിട്ടുള്ള ബന്ധം നന്നാക്കിക്കൊണ്ട് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഈമാനിനെയും നിങ്ങളുടെ നഫ്സുകളെയും സൂക്ഷിക്കണം. ഇനി ദജ്ജാലിന്റെ ഫിത്ന എന്താ? ഏറ്റവും വലിയ ഫിത്ന ലോകത്ത് സംഭവിക്കുന്നതിൽ ഏറ്റവും വലിയ ഫിത്ന എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തി. ദജ്ജാലിന്റെ ഫിത്ന എന്താണെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ഷാമിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള ഖില്ലിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുന്നത്. ഫയഈസു യമീനൻ വശിമാലാ യാ ഇബാദല്ലാഹി ഫസ്ബുതു. ദജ്ജാൽ പുറപ്പെട്ട് ലോകം മുഴുവനും വ്യാപകമായി കുഴപ്പങ്ങളും ഫിത്നകളും ഉണ്ടാക്കിക്കൊണ്ട് ഈ ലോകത്ത് സഞ്ചരിക്കും. അല്ലാഹുവിന്റെ അടിമകളെ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിങ്ങൾ പെടരുത്. ഫസ്ബിതു, നിങ്ങൾ ഉറച്ചു നിൽക്കണേ, ഈമാനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാൽ ഈ ലോകത്ത് ചെയ്യാൻ പോകുന്ന ഓരോ ഫിത്നകളെ എണ്ണി പറയുന്നുണ്ട്. ഇന്നഹു യബ്ദഉ ഫയഖൂൽ അന നബിയ്യുൻ. ആദ്യമായിട്ട് ദജ്ജാൽ ഈ ലോകത്ത് വന്നിട്ട് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ഫിത്ന, ദജ്ജാൽ പറയും അന നബിയ്യുൻ, ഞാൻ നബിയാണ്, ഞാൻ നബിയാണ്, അല്ലാഹു നിങ്ങളിലേക്ക് അയച്ച പ്രവാചകനാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല.
മുഅ്മിനീങ്ങളെ, നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി, നിങ്ങളെ വഞ്ചനയിൽ കുടുക്കാൻ വേണ്ടി, നിങ്ങളെ ചതിക്കാൻ വേണ്ടി ദജ്ജാൽ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഞാൻ നബിയാണെന്ന് പറയും. നിങ്ങൾ വിശ്വസിച്ചു പോകരുതേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറായിട്ട് 200-ലധികം ഹദീസുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനാണ് അവസാന നബി, എനിക്ക് ശേഷം ഒരു നബിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകനെ സ്വീകരിക്കേണ്ട ഗതികേടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാക്കട്ടെ, നമ്മളെല്ലാവരെയും കാക്കട്ടെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ദജ്ജാലി ഫിത്ന തുടങ്ങി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ യുബഅസ ഖരീബൻ മിൻ 30 ദജ്ജാലൂന കദ്ദാബൂൻ കുല്ലുഹും യസ്ഉമു അന്നഹു റസൂലുള്ളാഹ്. ലോകം അവസാനിക്കുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല. 30ഓളം കള്ളന്മാരായ ദജ്ജാലുകളായ ആളുകൾ ഈ ലോകത്തേക്ക് വരികയും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വാദിക്കുകയും ചെയ്യാതെ ഈ ലോകം അവസാനിക്കുകയില്ല. കള്ളപ്രവാചകന്മാർ ഒരുപാട് വരും. നബി തങ്ങൾ എണ്ണി പറഞ്ഞു, 30ഓളം ആളുകൾ ഈ ലോകത്ത് വരും, ഞങ്ങളൊക്കെ നബിയാണെന്ന് വാദിക്കും. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടല്ലേ. ദജ്ജാലിന്റെ ഏറ്റവും വലിയ ഫിത്നയാണ്. നിങ്ങൾ നഷ്ടത്തിലായി പോകും, കാലാകാലം നരകത്തിലേക്ക് കിടക്കേണ്ടി വരും. നബി തങ്ങളുടെ കാലത്ത് തന്നെ മുസൈലിമ വന്നു, അസ്വദുൽ അൻസി വന്നു, എത്രയോ ആളുകൾ പ്രവാചകനായിട്ട് വന്നു. പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിയിലാണ്. നബിതങ്ങൾക്ക് ശേഷം ഒരു നബി ഉണ്ടെന്ന് ഒരാൾ വാദിച്ചാൽ അവൻ എന്ത് അമാലുകൾ ചെയ്താലും, എത്ര നമസ്കരിച്ചാലും അവന്റെ ഈമാൻ ഫസാദാണ്, ഈമാൻ ബാത്തിലാണ്, അവൻ കാലാകാലം നരകത്തിലാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായിട്ട് പറഞ്ഞതാണ്, മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. അല്ലാഹുവിന്റെ റസൂൽ അന്ത്യപ്രവാചകനാണെന്ന് 200-ലധികം ഹദീസുകളിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അവസാന നബിയാണ്. എത്ര ഹദീസുകൾ! ഇന്ന മസലി വമസലൽ അംബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മലഹു ഇല്ലാ മൗളിഅ ലബനത്തിൻ മിൻ സാവിയത്തിൻ ഫജഅല الناس يطوفون بها ويعجبون لها يسألون هل وضعت هذه اللبنة فكنت أنا اللبنة ختم بي البنيان ختم بي النبوة. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെയും മുൻകാല പ്രവാചകന്മാരുടെയും ഉപമ ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടം മുഴുവനും പണിഞ്ഞു, ഒരു ഇഷ്ടിക മാത്രം വെച്ചില്ല. ആ ഇഷ്ടിക വെക്കാനുള്ള സ്ഥലം മാത്രം ബാക്കി വെച്ചു. ആളുകൾ ഈ കെട്ടിടമൊക്കെ വന്ന് കണ്ടു, വളരെ ഭംഗിയുള്ള കെട്ടിടം. അവസാനം ഈ ഇഷ്ടിക വെക്കാനുള്ള സ്ഥലം കണ്ടിട്ട് ഇവര് ചോദിച്ചു, ഈ ഇഷ്ടിക കൂടി വെച്ചിരുന്നെങ്കിൽ എത്ര സുന്ദരമായേനെ. നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് ആ കല്ല്, ഞാനാണ് നുബുവത്തിന്റെ അവസാനത്തെ കല്ല്. എന്നെ കൊണ്ട് നുബുവത്താകുന്ന കെട്ടിടവും പൂർത്തിയായി. പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിക്കുകയും ചെയ്തു. ഇനിയൊരു നബി ഇല്ല. അതേത് നബിയാണെങ്കിലും ഒരുപാട് ആളുകൾ നബിതങ്ങളുടെ കാലം മുതൽ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പോലും ഇന്ത്യയിൽ വന്നിട്ട് നുബുവത്ത് വാദിച്ച ആളാണ്. ലില്ലിയായ നബി, മജാസിയായ നബി, ബുറൂസിയായ നബി, ഇങ്ങനെ പല പേരിൽ നുബുവത്ത് വാദിച്ചു. ഒരു നുബുവത്തും ഇനി ലോകത്തില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെയൊക്കെ നേതാവ്. ഖിയാമത്ത് നാൾ വരെ, നാളെ ആഖിറത്തിൽ നമ്മുടെയൊക്കെ കൈക്ക് പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട നേതാവും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. തങ്ങളല്ലാതെ ഒരു നബി ഇനി ലോകത്ത് വരികയില്ല, ഒരു നുബുവത്തിന് ഇല്ല. നുബുവത്ത് അവസാനിച്ചു. നുബുവത്ത് പൂർണ്ണമായി. സഹാബാക്കളുടെ കാലം മുതൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. ഇസ്ലാമിക സംഘടനകൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം, നബിതങ്ങൾക്ക് ശേഷം ഒരാൾ നബിയാണെന്ന് വാദിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവനെ പിൻപറ്റുന്ന ആളുകളും ഇസ്ലാമിന്റെ വെളിയിലാണ്. അപ്പൊ ദജ്ജാൽ തുടങ്ങുന്ന ആദ്യത്തെ ഫിത്ന, ഇന്നഹു യബ്ദഉ ഫയഖൂലു അന നബിയ്യുൻ ലാ നബിയ്യ ബഅദി. ആദ്യമായിട്ട് ദജ്ജാൽ ഈ ലോകത്ത് ഉണ്ടാക്കുന്ന ഫിത്ന, ഞാൻ നബിയാണെന്ന് പറഞ്ഞ ആളുകളുടെ ഇടയിൽ കറങ്ങി നടക്കും. ഞാനല്ലാതെ ഒരു നബി ലോകത്തില്ല. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫയുസന്നി ഫഹുവ യഖൂൽ അന റബ്ബുക്. നബിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കും. കുറെ ആളുകളെയൊക്കെ കയ്യിലെടുക്കും. കുറച്ച് അനുയായികളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ പറയും, ഫഅന റബ്ബുക്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ്, ഞാനാണ് നിങ്ങളുടെ ഖാലിഖ്, ഞാനാണ് നിങ്ങളുടെ റാസിഖ്, എന്നെ കൊണ്ട് വിശ്വസിക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നകും ലാ തറൗന റബ്ബകും ഹത്താ തമൂതു. വിശ്വസിക്കല്ലേ, അത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കല്ലേ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല.
കാണാൻ പറ്റൂ. അതുകൊണ്ട് ദജ്ജാൽ കാണപ്പെടുന്നവനാണ്, അവനെ കണ്ടിട്ട് റബ്ബാണെന്ന് നിങ്ങൾ വിശ്വസിക്കല്ലേ. ദജ്ജാലിന്റെ ഏറ്റവും വലിയ ഫിത്ന ഇവിടെയാണ്. ഒരു മുഅ്മിനിന്, ഒരു മനുഷ്യന് ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം അവന്റെ ഈമാനിനുണ്ടാകുന്ന നഷ്ടമാണ്. അവന്റെ ശരീരം മുഴുവനും കീറി മുറിക്കപ്പെട്ടു, തീയിലിട്ട് കരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹ് ഇൻ ഖുതിൽത ഔ ഹുർരിഖ്ത. അല്ലാഹുവിനെ കൊണ്ട് നീ അവിശ്വസിക്കരുത്, അല്ലാഹുവിനോട് നീ ശിർക്ക് വെക്കരുത്, നിന്റെ ഈമാൻ വിട്ടിട്ട് നീ കളിക്കരുത്. നിന്നെ അറുകൊല ചെയ്യപ്പെട്ടാലും, നിന്നെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കപ്പെട്ടാലും, നിന്റെ ശരീരങ്ങളെ ഓരോ പീസാക്കി മുറിച്ചെടുക്കപ്പെട്ടാലും, ഔ ഹുർരിഖ്ത, തീയിലിട്ട് നിന്നെ കരിക്കപ്പെട്ടാലും ഈമാൻ നീ വിട്ട് കളയല്ലേ. നീ ഈമാനിലായി അടിയുറച്ച് നിൽക്കണേ. നിന്റെ റബ്ബ് അല്ലാഹുവാണ്, നിന്റെ ഖാലിഖും മാലിക്കും റാസിഖും ഇലാഹും അല്ലാഹുവാണ് എന്ന വിശ്വാസത്തിൽ നിന്ന് നീ പിന്തിരിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം സഹാബാക്കളെ ഉപദേശിക്കുമായിരുന്നു. ദജ്ജാൽ വന്നിട്ട് പറയും, അന റബ്ബു, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നകും ലാ തറൗന റബ്ബകും ഹത്താ തമൂതു. മരിക്കാതെ നിങ്ങൾക്ക് അല്ലാഹനെ കാണാൻ പറ്റൂല. അതുകൊണ്ട് അവൻ പറയുന്നത് കേട്ട് വിശ്വസിക്കല്ലേ. ഫഇന്നഹു അഅവർ ഫഇന്ന റബ്ബകും ലൈസ ബിഅഅവർ. ദജ്ജാൽ ഒറ്റ കണ്ണനാണ്, നിങ്ങളുടെ റബ്ബ് ഒറ്റ കണ്ണനല്ല. ദജ്ജാലിന്റെ കണ്ണിനെ കുറിച്ച് വരുന്നത്, ഒരു ഭാഗത്തെ കണ്ണില്ലാതെ പൂർണ്ണമായിട്ടും മാംസം കൊണ്ട് മറയ്ക്കപ്പെട്ടു, കണ്ണും പിരികവും ഒന്നും കാണുകയില്ല. ഒരു കണ്ണ് മാത്രം തിളങ്ങി നിൽക്കും പച്ച കളറിൽ. എന്നിട്ട് താഴ്ഭാഗത്തേക്ക്, മൂക്കിന്റെ ഭാഗത്തേക്ക്, ചുണ്ടിന്റെ ഭാഗത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒറ്റ കണ്ണനായിരിക്കും ദജ്ജാൽ. നബി തങ്ങൾ പറയുന്നു, ഫഇന്നഹു അഅവർ ഫഇന്ന റബ്ബകും ലൈസ ബിഅഅവർ. ദജ്ജാൽ ഒറ്റ കണ്ണനാണ്, നിങ്ങളുടെ റബ്ബായ അല്ലാഹു ഒറ്റ കണ്ണനല്ല. ഇനിയാണ് ദജ്ജാൽ ഈ ലോകത്ത് കാണിക്കാൻ പോകുന്ന ഫിത്നകൾ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്ന മഅഹു ജന്നത്തുൻ വനാറുൻ. ദജ്ജാലിന്റെ കയ്യിൽ സ്വർഗവും നരകവും കാണും. ഫഇന്ന ജന്നതഹു അന്നാർ വനാറുഹു അൽ ജന്ന. അവന്റെ കയ്യിലുള്ള സ്വർഗം നരകമാണ്, അവന്റെ കയ്യിലുള്ള നരകം സ്വർഗമാണ്. ആരെങ്കിലും ദജ്ജാലിന്റെ നരകം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ദജ്ജാലിന്റെ തീയിലേക്ക് ആരെങ്കിലും ദജ്ജാൽ എടുത്തിട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിനോട് സഹായം ചോദിക്കണേ, അല്ലാഹുവിനോട് സഹായം ചോദിക്കണേ. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് ഓതുകയും ചെയ്യണേ. ദജ്ജാലിന്റെ കയ്യിൽ തീയും കാണും, സ്വർഗവും കാണും. ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കുന്നവരെ സ്വർഗത്തിലേക്ക് ഇടും. ഈ സ്വർഗം താൽക്കാലികമാണ്. ഈ സ്വർഗത്തിൽ പോകുന്നവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പോകും. ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കാത്ത, ഈമാൻ ഉറച്ച ആളുകളെ ദജ്ജാൽ നരകത്തിലേക്ക് ഇടും, തീയിലേക്കിടും. തീയിലേക്ക് ഇടുന്ന ആളുകളൊക്കെ സ്വർഗത്തിലും പോകും. നബി തങ്ങൾ പറഞ്ഞു, ആരെയെങ്കിലും തീയിലേക്ക് ഇട്ടാൽ അള്ളാഹുവിനോട് കാവൽ തേടണം. എന്നിട്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് ഓതണം. ഓതി കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീ തണുപ്പും രക്ഷയുമായതുപോലെ ഈ തീ അവന് തണുപ്പും രക്ഷയുമാകും. ഇനി ദജ്ജാൽ ഈ ലോകത്തെല്ലാം കറങ്ങി നടക്കും. കറങ്ങി നടന്നിട്ട് ഓരോ ആളുകളുടെ അടുക്കൽ പോയിട്ട് ഓരോ മാജിക്കുകൾ കാണിച്ചിട്ട് അവരെ വഴിതെറ്റിക്കും. ഒരു മനുഷ്യന്റെ അടുക്കൽ ചെല്ലും, എന്നിട്ട് പറയും, നിന്റെ ഉമ്മയും ബാപ്പയും മരിച്ചു പോയില്ലേ, നിന്റെ ഉമ്മയെയും ബാപ്പയെയും ഞാൻ ജീവിപ്പിച്ചു തരാം, ഞാൻ റബ്ബാണെന്ന് നീ വിശ്വസിക്കുമോ? ഈ മനുഷ്യൻ പറയും, ഞാൻ. فيتمثل له شيطانان مثل أباه وأمه مثل أبيه وأمه. അവന്റെ ഉമ്മയുടെയും വാപ്പയുടെയും രൂപത്തിൽ 2 പിശാചുക്കൾ രൂപപ്പെടും. അല്ലേ? ദജ്ജാൽ വന്നിട്ട് ചോദിക്കും, നിന്റെ വാപ്പായും ഉമ്മയും ഒക്കെ മരിച്ചു പോയില്ലേ, ഞാൻ അവരെയൊക്കെ ജീവിപ്പിക്കാം, ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ വിശ്വസിക്കുമോ? ഈമാനിൽ ഉറപ്പില്ലാത്ത മനുഷ്യർ, അള്ളാനെ പേടിക്കാത്ത മനുഷ്യർ, അല്ലാഹയെക്കുറിച്ച് അധികമായി കേൾക്കാത്ത മനുഷ്യർ, നമസ്കരിക്കാത്ത മനുഷ്യർ, ദീനില്ലാത്ത മനുഷ്യരാണെങ്കിൽ പറയും വിശ്വസിക്കാം. അല്ലേ? ഇന്നൊക്കെ എത്രയോ വ്യാജസിദ്ധന്മാർ, എത്രയോ കള്ളന്മാരായ ആളുകൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് ഇങ്ങനെയാ. എന്തെങ്കിലുമൊക്കെ മന്ത്രവാദങ്ങൾ, എന്തെങ്കിലുമൊക്കെ മാജിക്കുകൾ കാണിച്ചിട്ട് അവരെന്ന് റബ്ബാവും, അവരെന്ന് അല്ലാഹു ആകും, അവരായിരിക്കും നമ്മുടെ കാര്യങ്ങൾ മൊത്തം നടത്തി തരുന്നത് എന്ന വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകും. ഇത് ദജ്ജാലിന്റെ ഫിത്നയാണ്. ഇത് ഈ ലോകത്ത് ചെയ്യുന്നത് ദജ്ജാലാണ്. ദജ്ജാൽ ചെയ്യുന്ന സമയത്ത് ദജ്ജാലിനെ കൊണ്ട് ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ദജ്ജാലുകളെ ഈ ലോകത്തേക്ക് നിയോഗിക്കുന്നത് എന്ന് മുഹദ്ദിസുകൾ പറയുന്നു.
വാപ്പായും ഉമ്മയും ജീവിപ്പിക്കാൻ നീ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ? ഈ സമയത്ത് രണ്ട് ശൈത്താന്മാർ വാപ്പയുടെയും ഉമ്മയുടെയും രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, യാ ബുനയ്യ ഇന്നഹു റബ്ബുക്, ഏ മോനെ, ഇത് നിന്റെ റബ്ബാണ്, ഇത് അല്ലാഹുവാണ്, ഇവനെ കൊണ്ട് നീ വിശ്വസിക്കണം. ഈ സമയത്ത് ഈ മുഅ്മിനായ മനുഷ്യൻ നഊദു ബില്ലാഹ് ദജ്ജാലിനെ റബ്ബായി അംഗീകരിച്ച് ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും. ഇതേപോലെ വേറൊരു വീട്ടിലേക്ക് ദജ്ജാൽ കടന്നു ചെല്ലും. നബിതങ്ങൾ പറഞ്ഞതാണ്, ആ വീട്ടിലെ ആളുകൾ മുഴുവനും ഇങ്ങനെ വിഷമിച്ചിരിക്കും. ദജ്ജാൽ ചോദിക്കും, എന്ത് പറ്റിപ്പോയി? അത് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ മരിച്ചുപോയി, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ വല്യാപ്പ, ഞങ്ങളുടെ കൊച്ചാപ്പ, കൊച്ചുമകൻ, അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരൻ, ഇവരൊക്കെ മരിച്ചുപോയി, ഞങ്ങൾ വിഷമത്തിലാണ്. ദജ്ജാൽ പറയും, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ റബ്ബായ അല്ലാഹുവാണ്, ഞാനാണ് മരിപ്പിച്ചത്, ഇവരെയൊക്കെ ഞാൻ ജീവിപ്പിച്ചു തരാം. ഈ സമയത്ത് ഈ മരിച്ചുപോയ ബന്ധുക്കളുടെ രൂപത്തിൽ പിശാചുക്കൾ, ശൈത്താന്മാർ രൂപപ്പെട്ട് നിൽക്കും. ഈ സമയത്ത് ആളുകൾ മുഴുവനും സന്തോഷത്തിൽ പറയും, നീയാണ് റബ്ബ്, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ദജ്ജാൽ അവിടുന്ന് വെളിയിൽ പോകും, ഇവരുടെ ഈമാനും പോകും, ഇവർ മുർത്തദ്ദായി പോകും. മുർത്തദ്ദായി കഴിയുമ്പോഴേക്കും ഈ ശൈത്താന്മാര് അവരുടെ പണിക്ക് പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകും, ഉണങ്ങിക്കിടക്കുന്ന ഒരു തോട്ടത്തിന്റെ അടുക്കൽ കൂടി നടന്നു പോകും. അല്ലെ, ദജ്ജാൽ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരടയാളം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ദജ്ജാൽ ഈ ലോകത്ത് വരുന്നതിന് 3 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഇറക്കുന്ന മഴയുടെയും റിസ്കിന്റെയും 1/3 ഭാഗം പിടിച്ചു വെക്കും. ഈ ലോകത്ത് പെയ്യുന്ന മൊത്തം മഴയുടെയും മൊത്തം റിസ്കിന്റെയും 1/3 ഭാഗം അല്ലാഹു പിടിച്ചു വെക്കും. ദജ്ജാൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള 2ാമത്തെ വർഷം ഈ ലോകത്തേക്ക് പെയ്യുന്ന മഴയുടെയും റിസ്കിന്റെയും 2/1 ഭാഗം അല്ലാഹു പിടിച്ചു വെക്കും. ദജ്ജാൽ വരുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം പൂർണ്ണമായിട്ടും ഈ ലോകത്ത് നിന്ന് മഴയും റിസ്ക്കും അല്ലാഹു പിടിച്ചു വെക്കും. ഈ ലോകത്തേക്ക് ഒരു തുള്ളി മഴ പോലും ആകാശത്ത് നിന്ന് ആ വർഷത്തിൽ പെയ്യുകയില്ല. ഭൂമിയിൽ നിന്ന് ഒരു പുല്ല് പോലും മുളയ്ക്കുകയില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാലിന് കുളമ്പുള്ള ഒരൊറ്റ മൃഗം പോലും ശേഷിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വർഷം മഴയെ പിടിച്ചു വെക്കും. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ സമയത്ത് ആളുകൾ എങ്ങനെ ജീവിക്കും? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്ന തആമഹും അത്തസ്ബീഹു വത്തഹ്മീദു വത്തക്ബീറു വത്തഹ്ലീൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെയായിരിക്കും ആളുകളുടെ ഭക്ഷണം, പടച്ചവനെ പേടിക്കുന്നവരുടെ ഭക്ഷണം. ഫയജ്രി മജ്റ തആം, ഭക്ഷണത്തിന് പകരം ഈ ദിക്റുകൾ ചൊല്ലിയാൽ അവരുടെ വിശപ്പുകൾ മാറുന്ന ഒരു കാലം വരും. അതിന് തൊട്ട് പിന്നാലെയുള്ള വർഷമായിരിക്കും ദജ്ജാൽ ഈ ലോകത്തേക്ക് വരുന്നത്. അങ്ങനെ ദജ്ജാൽ ഒരു നാട്ടിൽ ചെല്ലും. അവിടുത്തെ പാടങ്ങൾ നോക്കുമ്പോൾ എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കുന്നു. ദജ്ജാൽ പറയും, ഞാൻ നിങ്ങളുടെ റബ്ബായ അല്ലാഹുവാണ്. ആളുകൾ പറയും, ഞങ്ങൾക്ക് റിസ്കില്ല, മഴയില്ല. ഉടനെ ദജ്ജാൽ പറയും, ആകാശത്തിനോട് മഴ പെയ്യാൻ വേണ്ടി ദജ്ജാൽ കൽപ്പിക്കുകയും ആകാശത്തു നിന്ന് മഴ പെയ്യുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് മരങ്ങളും ഭൂമിയിൽ നിന്ന് വൃക്ഷങ്ങളും മുളയ്ക്കാൻ വേണ്ടി, കൃഷികൾ മുളയ്ക്കാൻ വേണ്ടി ദജ്ജാൽ കൽപ്പിക്കുകയും ഭൂമിയിൽ നിന്ന് കൃഷികൾ മുളയ്ക്കുകയും ചെയ്യും. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആകാശത്തുനിന്ന് മഴ പെയ്യും, ഭൂമിയിൽ നിന്ന് നെല്ലുകളും മറ്റുമൊക്കെ മുളച്ചിങ്ങനെ നിൽക്കും. ആളുകളെല്ലാവരും വളരെ പട്ടിണി കിടന്ന് വിശന്ന്, മഴയില്ലാതെ ആഹാരമില്ലാതെ വിശന്ന് കിടന്ന ആളുകൾ ആ സമയത്ത് ഈമാനൊന്നും നോക്കൂല. അല്ലെ, നമ്മളൊക്കെ വിശന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ വിശന്നിരുന്ന് കഴിഞ്ഞിട്ട് എവിടുന്ന് കിട്ടിയാലും, പിടിച്ചു പറിച്ചവൻ്റെ ആണെങ്കിലും കള്ളുകുടിയൻ്റെ ആണെങ്കിലും പെണ്ണുപിടിയൻ്റെ ആണെങ്കിലും ആരുടെ ചോറ് കിട്ടിയാലും നമ്മൾ തിന്നും. അല്ലെ, നോമ്പിനൊക്കെ റമദാനിലൊക്കെ ഒരു ദിവസം വിശന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ മോദീനം കാണാം, ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പോ മൈക്കൊക്കെ ശരിയാക്കാൻ വേണ്ടി ചുമ്മാറൊന്ന് മൈക്കിൽ കൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ തിന്നും, നോക്കൂല. അപ്പൊ പിന്നെ അള്ളാഹുടെ നിയമവും സമയം ഒന്നും നോക്കൂല, അപ്പൊ ഒന്നും ചിന്തിക്കൂല. ഈ ആളുകൾ ദജ്ജാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓടി അവരുടെ പാടങ്ങളിലേക്ക് ചെല്ലും. ഹദീസിൽ വരുന്നുണ്ട്, അന്നത്തെ വൈകുന്നേരമാകുമ്പോൾ അവരുടെ കന്നുകാലികൾ മുഴുവനും ആഹാരം കഴിച്ച് വീർത്തിരിക്കും. ഈ ആളുകൾ മുഴുവനും ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കും. ദജ്ജാൽ ആ നാട്ടിൽ നിന്ന് പോകുന്നതോടുകൂടി പഴയതിനേക്കാൾ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ഈ ആളുകളെ തള്ളിയിടപ്പെടുകയും ചെയ്യും. ഇവരുടെ ഈമാനും ഫസാദായി പോകും. ഇല്ലേ, നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ.
ദുനിയാവിൻ്റെ സുഖങ്ങൾ, ദുനിയാവിൻ്റെ രസങ്ങൾ, ദുനിയാവിൻ്റെ പാപങ്ങൾ ചെയ്യുന്ന ആളുകളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. പാപങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ നല്ലതാണ്, സുന്ദരമാണ്, രസമാണെന്ന് തോന്നും. പക്ഷേ നൈമിഷികമായിരിക്കും, താൽക്കാലികമായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നതോടുകൂടി ഇതിനേക്കാൾ വലിയ ശിക്ഷകളിലേക്ക് നമ്മളൊക്കെ ചെന്ന് വീഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ന ദജ്ജാല യമുറു ബിഖറിയത്തിൻ, ഒരു നാട്ടിലൂടെ ദജ്ജാൽ നടന്നു പോകും. ഫയുകദ്ദിബൂനഹു, അവർ ഈമാനുള്ള ആളുകളാണ്, അവർ ദജ്ജാലിനെ അവിശ്വസിക്കും. ഞാനാണ് റബ്ബെന്ന വാദവുമായി ദജ്ജാൽ അവരുടെ അടുക്കലേക്ക് വരുമ്പോൾ ദജ്ജാലിനെ കൊണ്ട് അവർ അവിശ്വസിക്കും. ഈ സമയത്ത് മാ തബ്ഖാ സായിമത്തുൻ ഇല്ലാ ഹലകത്, ആ നാട്ടിലെ ആളുകളുടെ മുഴുവൻ കന്നുകാലികളെയും ദജ്ജാൽ കൊന്നുകളയും, ദജ്ജാൽ നശിപ്പിച്ചു കളയും. ഇതേപോലെ ഒരു മനുഷ്യനെ പിടിക്കും, അവനെ പിടിച്ചിട്ട് ഈർച്ചവാള് കൊണ്ട് രണ്ടായിട്ട് മുറിക്കുകയും രണ്ട് ഭാഗവും രണ്ട് വശത്തേക്ക് എറിയുകയും ചെയ്യും. എന്നിട്ട് ദജ്ജാൽ ചോദിക്കും, അലാ തറ, നീ നോക്ക്, എൻ്റെ അടിമയെ ഞാൻ ഇതാ മുറിച്ച് രണ്ട് വശത്തേക്ക് ഇട്ടിരിക്കുകയാണ്, ഞാൻ ഇനി കൂട്ടിയോജിപ്പിക്കാൻ പോവുകയാണ്. ഈ മനുഷ്യനെ ദജ്ജാൽ കൂട്ടിയോജിപ്പിക്കും. ഞാനല്ലേ റബ്ബെന്ന് ചോദിക്കും. ആളുകൾ മുഴുവനും ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കും. ഇതൊക്കെയാണ് ഈ ലോകത്ത് ദജ്ജാൽ നടത്തുന്ന ഫിത്ന. ഇനിയും ധാരാളം ഫിത്നകളുണ്ട്, സമയമില്ലാത്തതിൻ്റെ പേരിൽ പറയുന്നില്ല. അപ്പം ദജ്ജാൽ ഈ ലോകത്ത് ഇതെല്ലാം കാണിക്കും. ദജ്ജാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫിത്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. നമ്മുടെ ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലുള്ള വിശ്വാസം, മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളുടെ രൂപത്തിലുള്ള വിശ്വാസം, ഈ രണ്ട് വിശ്വാസങ്ങളും നമ്മളിൽ നിന്ന് അടർത്തിയെടുക്കും, നമ്മളിൽ നിന്ന് ചോർത്തിക്കളയും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ഈമാൻ തന്നെയാണ്. ഭാര്യയെക്കാൾ, മക്കളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ അവന്റെ ഈമാനാണ് അവന് വിലപ്പെട്ടത്. അതിന്റെ പേരിലാണ് സഹാബാക്കളെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ ഗുഹ്യഭാഗങ്ങളിലേക്ക്, സഹാബത്തുകളായ സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങളിലേക്ക് കുന്തങ്ങൾ കുത്തിയിട്ട് അവരെ കൊന്നുകളഞ്ഞപ്പോൾ, സഹാബാക്കളെ പിടിച്ചുകൊണ്ടുവന്ന് മരത്തിൽ കെട്ടിയിട്ടിട്ട് അവരുടെ ശരീരങ്ങളുടെ ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ, വലിയ തീക്കനലുകളിലേക്ക് സഹാബാക്കളെ ഇട്ടപ്പോൾ, വലിയ ചെമ്പുകളിൽ എണ്ണ തിളപ്പിച്ചിട്ട് സഹാബാക്കളെ പിടിച്ച് അതിലേക്ക് ഇട്ടപ്പോൾ, ഞങ്ങൾക്കിതിന് പേടിയില്ല, ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമായ ഈമാൻ ഞങ്ങൾ കളയില്ല എന്ന് സഹാബാക്കൾ പറഞ്ഞു. അതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ നിധി, ഏറ്റവും അമൂല്യമായ, ഏറ്റവും വലിയ അമാനത്ത്, അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈമാൻ തന്നു എന്നുള്ളതാണ്. ഈമാനിന്റെ നിഅമത്ത്, ഈമാനിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ലോകത്ത് ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉണ്ടാകുന്ന ഫിത്നയിൽ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. കാരണം ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്ന ഫിത്നയാണ്. അല്ല ദജ്ജാൽ ആരെയും കൊല്ലുവന്നോ, ആരെയും പിടിച്ച് തിന്നും, ആരെയും കരിച്ചു കളയും, പീഡിപ്പിക്കും, ഇതൊന്നുമല്ല ദജ്ജാൽ ചെയ്യുന്നത്. നമ്മുടെ ഈമാൻ കൊണ്ടുപോകും. അതല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊന്നാൽ, അവനെ ഉപദ്രവിച്ചാൽ, ശാരീരികമായ ഉപദ്രവം അവന് പ്രശ്നമല്ല. അവന്റെ ഏറ്റവും വലിയ പ്രശ്നം അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകലാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾക്ക് ശേഷം ഒരു കള്ളപ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുന്ന ഗതികളിലേക്ക് ദജ്ജാൽ നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മൾ സൂക്ഷിക്കണം. നമ്മളൊക്കെ വിചാരിക്കും ഇപ്പം ഇതെല്ലാം മനസ്സിലായി, ഇനിയിപ്പോൾ ദജ്ജാൽ വന്നാൽ നമ്മളൊന്നും പോകില്ല എന്ന് വിചാരിക്കും. നമ്മളൊക്കെ പോയി പോകും. ഓ, ഇതിപ്പോൾ നമുക്കറിയാം. ഇപ്പം ദജ്ജാൽ വന്നിട്ട് പറയും ഞാനാണ് റബ്ബെന്ന് പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാതാണെന്ന് നമുക്ക് മനസ്സിലായി. ഞാനാണ് നബി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്, ഇതൊക്കെ നമ്മളെ പറ്റിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ആരും അതിൽ പോയി പെടൂല്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പെട്ടുപോകും അല്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്കൊക്കെ അറിയാം അള്ളാഹാണ് റബ്ബെന്നും ആഖിറമുണ്ടെന്നും പരലോകമുണ്ടെന്നും നമസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്നും ഒക്കെ നമുക്കൊക്കെ 100% വിശ്വാസം കൊണ്ട് അറിയാം. എന്നിട്ടും എത്രയോ ആളുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ നിസ്കാരം ഖലാക്കി, എത്രയോ ആളുകൾ ഇന്ന് പൂർണ്ണമായി നമസ്കരിച്ചവരുണ്ട്. ഹറാമ് ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് 100% ഉറപ്പാ. എത്രയോ ഹറാമുകൾ ഇന്നത്തെ ദിവസം ചെയ്ത ആളുകളുണ്ട്. നമ്മളെല്ലാവരുടെയും കാര്യമാ ഈ പറയുന്ന, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കൊക്കെ ഉറപ്പാണ് ഹറാമ് ചെയ്താൽ, പാപം ചെയ്താൽ നരകത്തിൽ പോകുമെന്ന്. പക്ഷെ ഇന്നത്തെ ദിവസം എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തു. ഇതേപോലെ നമുക്ക് ഉറപ്പാണ് ദജ്ജാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പക്ഷെ ഇതിന് പെട്ടുപോകും നമ്മൾ.
അതുകൊണ്ട് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 4 മാർഗങ്ങളാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായി അള്ളാഹുവിനോട് സഹായം തേടണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. പടച്ചവനുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളങ്ങളൊക്കെ ഏകദേശം സംഭവിച്ചു കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട വലിയ വലിയ ദജ്ജാൽ പോലത്തെ വലിയ വലിയ ദാമ്പത്യമുള്ളത് ദജ്ജാൽ, യഅജൂജ് മഅജൂജ്, ഈസാ അലൈഹിസ്സലാം, ഇങ്ങനത്തെ അടയാളങ്ങളൊക്കെ ഇനി ലോകത്ത് സംഭവിക്കാനുള്ളൂ. അതല്ലാത്ത നബി തങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ ധാരാളം അടയാളങ്ങൾ, 100 കണക്കിന് അടയാളങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം നന്നാക്കണം, പടച്ചവനുമായിട്ടുള്ള ബന്ധം നന്നാക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മുടെ ഏത് പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിക്കും. ഏത് സമയവും അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകാനുള്ള തയ്യാറെടുപ്പിൽ നമ്മളൊക്കെ ജീവിക്കണം. ഒന്നാമത്തെ മാർഗം യാ ഇബാദല്ലാഹ് ഫസ്ബിതു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഈമാനിൽ ഉറച്ചു നിൽക്കണം, അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം നന്നാക്കണം, യഖീൻ ഉണ്ടാകണം, നബിതങ്ങളെ കൊണ്ടുള്ള വിശ്വാസം നന്നാക്കണം, പരിശുദ്ധ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, നമസ്കാരം നിലനിർത്തണം, ഈമാനും ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, മരണത്തിന് ശേഷമുള്ള ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യത്തെ വഴി അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കുക, വിശ്വാസം ശരിയാക്കുക. നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് അള്ളാഹുവാണ്, നമ്മളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, നമ്മുടെ ഇലാഹ് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത്. ഇതേപോലെ കൊച്ചു കൊച്ചു ദജ്ജാലുകൾ ഈ ലോകത്ത് വരും. ഞങ്ങളാണ് ദൈവങ്ങൾ, ഞങ്ങളാണ് അള്ളാഹു, ഞങ്ങളാണ് ഇലാഹുകൾ എന്നൊക്കെ പറഞ്ഞ് വരും. ഈ സമയത്ത് ഈമാൻ നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പം ഒന്നാമതായിട്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കുക. രണ്ടാമതായിട്ട് ഹദീസുകളിൽ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. ചില ഹദീസുകളിൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തെന്നും ചില റിവായത്തുകളിൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 10 ആയത്തെന്നും വരുന്നുണ്ട്. ഈ 10ഉം 10ഉം 20 ആയത്തുകൾ മനഃപ്പാഠമാക്കുക. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നിത്യമാക്കുക. അല്ലേ, എല്ലാ വെള്ളിയാഴ്ചയും ഓതേണ്ട സൂറത്തുൽ കഹ്ഫ്. പഴയ ആളുകൾക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ല. ഇപ്പൊ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് അവസാനത്തെ 10 ആയത്ത് മനഃപ്പാഠമാക്കി വെച്ചാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നീ ഇത് രണ്ടും പറ്റൂല. അള്ളാഹുമായിട്ടുള്ള ബന്ധമൊന്നും നന്നാക്കാൻ നമുക്ക് സമയമില്ല. നമുക്കിവിടെ വേറെ എന്തൊക്കെയോ ജോലികളുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതുകൊണ്ട് ആ ബന്ധമൊന്നും നന്നാക്കാൻ ഇപ്പൊ ഞങ്ങളെ കിട്ടൂല. ഖുർആനും പഠിക്കാനും ഓതാനും ഒന്നും ഞങ്ങൾക്ക് സമയമില്ല. ഒതു എടുക്കാൻ തന്നെ വയ്യ, പിന്നല്ലേ ഖുർആൻ പഠിക്കുന്നതെന്നാ ചോദിക്കുന്നത്. ഒതു എടുക്കാൻ വയ്യ, കുനിയണം, വെള്ളത്തിൽ കൈമുക്കണം, കൈയും മുഖമൊക്കെ കഴുകണം. അത് തന്നെ പാടാണ്. ഇത് നമ്മളൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് എന്ത് കിട്ടാൻ പറ്റുമോ അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നമുക്കൊന്നും കഷ്ടപ്പെടാൻ വയ്യ. അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടണം, കുറച്ച് പ്രയാസപ്പെടണം. ഇത് നമ്മൾ AC റൂമിൽ കറങ്ങുന്ന കസേരയിൽ ഇരിക്കും, എല്ലാം ഇങ്ങോട്ട് കിട്ടണം. അതാണ് നമ്മുടെ ആളുകളുടെയൊക്കെ ചിന്താഗതി. അതുകൊണ്ടാണ് നമുക്ക് പുരോഗമനമില്ലാതെ ഇപ്പോഴും മതപ്പതിച്ച് കിടക്കുന്നത് ഈമാനിൻ്റെ വിഷയത്തിൽ. ബാക്കി വിഷയത്തിലൊക്കെ പുരോഗമനമുണ്ട്. ഈമാനിൻ്റെ വിഷയത്തിൽ നമ്മൾ അതപ്പതിച്ച് പോകുന്നത് കഷ്ടപ്പെടാത്തതിൻ്റെ പേരിലാണ്. സഹാബാക്കൾ കഷ്ടപ്പെട്ടുകൊണ്ടാ അവരുടെ ഈമാൻ ഇത്രയും ഉയർന്നതായത്. അല്ലേ, ATM-ന്റെ മുമ്പിൽ പോലും ക്യൂ നിൽക്കാൻ വയ്യാത്ത ആളുകളായിപ്പോൾ. ബാങ്കിൽ ആളുകൾക്ക് ക്യൂ നിൽക്കാൻ മടിയായതുകൊണ്ട് ATM സംവിധാനം തുടങ്ങിയത്. ഇപ്പം അതിൻ്റെ മുമ്പിലും ഒരാളകത്തുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവിടെ വണ്ടി നിർത്താതെ അടുത്ത ATM നോക്കി പോകും. പഴമൊക്കെ തൊലിച്ച് തിന്നാൻ പോലും ഇപ്പോൾ നമുക്കൊന്നും വയ്യ. ഇപ്പം തൊലിച്ച പഴം ഉണ്ടോന്നാണ് നമ്മളൊക്കെ നോക്കുന്നത്. തൊലിച്ച പഴം ഏതെങ്കിലും കടയിൽ കിട്ടുവാണെ 10-20 രൂപ കൂടുതലായാലും കുഴപ്പമില്ല, പൈസ കൊടുത്ത് അത് മേടിച്ച് തിന്നും. അങ്ങനത്തെ ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടണം, അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തും അവസാനത്തെ 10 ആയത്തും മനഃപ്പാഠമാക്കണം. മൂന്നാമതായിട്ട് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, മക്കയിലോ മദീനയിലോ പ്രവേശിക്കണം ദജ്ജാൽ പുറപ്പെടുന്ന സമയത്ത്.
ദജ്ജാൽ പുറപ്പെടുന്ന സമയത്ത് മക്കയിലും മദീനയിലുമോ പ്രവേശിച്ചാൽ ഈ രണ്ട് സ്ഥലങ്ങളിലും ദജ്ജാൽ കയറുകയില്ല. മലക്കുകൾ ഈ രണ്ട് പട്ടണങ്ങൾക്കും കാവൽ നിൽക്കുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. ഇപ്പൊ സൗദിയിലൊക്കെ അവിടെ ഉള്ള ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. ഉള്ള ആളുകളെ അവിടെയൊക്കെ സ്വദേശവൽക്കരണം നടത്തിയിട്ട് ഇപ്പൊ ലോണ്ടറികളിലൊക്കെ തുണി കഴുകാൻ വരെ അറബികളാണ് നിൽക്കുന്നത്. ആളുകളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അപ്പൊ പിന്നെ നമ്മളൊക്കെ ഇനി മക്കയിലും മദീനയിലോട്ടും, അതും ദജ്ജാൽ വരുമ്പം വിസായിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദജ്ജാൽ തിരിച്ചു പോയാലും വിസ പാസ്സാവൂല. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പം. അതുകൊണ്ട് നേരത്തെയൊക്കെ പോയി മക്കയിലും മദീനയിലും ഒക്കെ താമസിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ദജ്ജാൽ പുറപ്പെട്ടതിന് ശേഷം പിന്നെ മക്കയിലും മദീനയിലോട്ടും ഒക്കെ വിസ എടുക്കാം. അതുവരെ ഇവിടെ ഇങ്ങനെ കറങ്ങി. സൗദിയിലൊക്കെ ആണെങ്കിൽ കള്ളും അതൊന്നും കിട്ടാത്തതുകൊണ്ട് സൗദിയിലൊക്കെ പാടാണ്. പല മലയാളികളും സൗദിയുടെ ബോർഡറിലൊക്കെ താമസിക്കുന്നവർ ബഹ്റൈനിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടാണ് വ്യാഴാഴ്ച രാത്രി 200 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ GCCയിലെ ഏത് രാജ്യത്തും പോകാം. അവിടെ ചെന്നിട്ട് രാത്രി വെള്ളം അടിച്ച് അവിടെ കിടക്കും, പിറ്റേന്ന് രാവിലെ സൗദിയിൽ വരും. കാരണം അവിടെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ദജ്ജാൽ വരട്ടെ, അതുവരെ നമുക്കിവിടെ ഈ പരിപാടിയൊക്കെ ആയിട്ട് നടത്താം. ദജ്ജാൽ വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ദജ്ജാൽ വരുന്നതിന് ഒരാഴ്ച മുമ്പ് വിസായ്ക്ക് അപേക്ഷ കൊടുത്താൽ ദജ്ജാൽ വന്നിട്ട് തിരിച്ചു പോയാലും വിസ കിട്ടൂല. അപ്പം അതുകൊണ്ട് നേരത്തെയൊക്കെ അവിടെ പോയാൽ ചിലപ്പോൾ രക്ഷപ്പെടാം. ഇനി ഇത് മൂന്നാമത്തേന് നിൽക്കണ്ട. ഈ രണ്ട് കാര്യങ്ങൾ, പടച്ചവനുമായിട്ടുള്ള ബന്ധം നന്നാക്കുകയും സൂറത്തുൽ കഹ്ഫ് കാണാതെ പഠിക്കുകയും ചെയ്താൽ തന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി ഇത് മൂന്നും പറ്റിയില്ല, വിസായിക്ക് അപ്ലൈ ചെയ്തിട്ട് വിസായും കിട്ടിയില്ല, നാലാമതായിട്ട് ഒരു മാർഗം കൂടി ഹദീസിൽ കാണാൻ സാധിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൻ നാസ യഫിറു മിനദ് ദജ്ജാലി ഇലൽ ജിബാൽ. മലകളിലേക്ക്, ചില കുന്നുകളിലേക്ക്, ചില ഗുഹകളിലേക്ക്, മലയിടുക്കുകളിലേക്ക് ആളുകൾ ദജ്ജാലിനെ പേടിച്ച് ഓടി ഒളിച്ചിരിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പറയുന്നുണ്ട്, മലകളിലും പൊത്തുകളിലുമൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ദജ്ജാൽ ഈ ലോകത്തുനിന്ന് പോകുന്നത് വരെ വെളിയിൽ ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹദീസുകളിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹുവിലേക്കുള്ള നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ ഭാഗ്യം തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ദജ്ജാലിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി സമയം കിട്ടുമ്പോൾ പറയാം. ദജ്ജാലിനെ കുറിച്ച് നമ്മൾ മാത്രമല്ല വിശ്വസിക്കുന്നത്, ജൂതന്മാര്, ക്രിസ്ത്യാനികൾ, ഇവരൊക്കെ ആന്റി ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ദജ്ജാൽ ഇറങ്ങി വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിന്റെ കുതന്ത്രങ്ങൾ, ഈ ഫിത്നകൾ പറഞ്ഞതിന്റെ അടിസ്ഥാന ലക്ഷ്യം, ഇത് ദജ്ജാൽ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ദജ്ജാൽ പുറപ്പെട്ടില്ലെങ്കിലും ഇതുപോലത്തെ ധാരാളം ഫിത്നകൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഞാൻ നബിയാണെന്ന് പറഞ്ഞ് പല ആളുകളും പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിയിലേക്ക് ഈ ഉമ്മത്തിലെ 100 കണക്കിന് ആളുകളെ മുർത്തദാക്കിയിട്ടുണ്ട്. പല ആളുകളും ഞങ്ങൾ റബ്ബാണ്, അള്ളാഹു ഞങ്ങളെ കൊണ്ടാണ് ഇവിടെ എല്ലാം നടത്തിക്കുന്നത്, ഞങ്ങൾ ആൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞിട്ട് 100 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഈമാൻ, ഈ ഉമ്മത്തിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ സൂക്ഷിക്കണം. ഇപ്പോഴും കൊച്ചു കൊച്ചു ദജ്ജാലുകൾ നമ്മളെ വഴിതെറ്റിക്കാനായി